PHIC 109 യൂണിറ്റ് 1-ന്റെ 2 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, PPT പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടില് യൂണിറ്റ് 1-ന്റെ ഫസ്റ്റ് ടോപ്പിക് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബിക്കോസ് ആ ഒരു ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ബൾക്ക് ആയിട്ടുള്ള കുറച്ച് വലിയ ടോപ്പിക് ആയിരുന്നു. ആൻഡ് ഇനി നമുക്ക് യൂണിറ്റ് 1-ന്റെ ഭാഗമായിട്ട് പാർട്ട് 2 PPT-യിൽ വരുന്നത് കുറച്ച് സ്മോൾ ടോപ്പിക്സ് ആണ്. ആദ്യത്തേത് ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ പേർഷ്യൻ, ഫോം, മെത്തേഡ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്നതാണ്. അതിന്റെ സബ് ടോപ്പിക്സ് ആയിട്ടാണ് നമുക്ക് മെമ്മോസ് ആൻഡ് അതർ ബയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ് ഓഫ് ഹിസ്റ്ററി, യൂണിവേഴ്സൽ ആൻഡ് ഡൈനാസ്റ്റിക് ഹിസ്റ്ററി ബൈ അബുൽ ഫസൽ, ഈ 2 ടോപ്പിക്കും വരുന്നത്. അതിൽ തന്നെ മെമ്മോസ് ആൻഡ് ബയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളതിലെയാണ് നമ്മൾ ഹുമയൂൺ നാമയും ബാബർ നാമയും ഒക്കെ പഠിക്കുന്നത്, ബയോഗ്രഫിക്കൽ ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ ഹിസ്റ്ററി ആയിട്ട്. പിന്നെ നമുക്ക് വരുന്ന 4 മറ്റ് മേജർ ടോപ്പിക്സ് ആണ്. ഒന്ന് ഇൻഷാ നവാസി അല്ലെങ്കിൽ എപ്പിസ്റ്റലോഗ്രാഫി എന്ന് പറയും, ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ്, ആർട്ട് ഓഫ് ഡ്രാഫ്റ്റിംഗ് ആണ് ഇൻഷാ നവാസി അല്ലെങ്കിൽ എപ്പിസ്റ്റലോഗ്രാഫി. മറ്റൊന്ന് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. ഈ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിനെ കുറിച്ചും അതിനെ എത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ് എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കുന്നത്. പിന്നെ ഇത് അക്വലാക് ലിറ്ററേച്ചർ ആണ്. അതൊരു ന്യൂ ഫോം ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ ദ പേർഷ്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ പേർഷ്യൻ ട്രാൻസ്ലേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. നമുക്ക് വേഗം തന്നെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. മെമ്മോസ് ആൻഡ് അതർ ബയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ് ഓഫ് ഹിസ്റ്ററി. മുഗൾ പീരീഡിലെ ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ വർക്ക്സ്, ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ സുൽത്താനേറ്റ് പീരീഡിലാണെങ്കിൽ താരിഖ് എന്ന് പറയുന്ന ഹിസ്റ്റോറിയോഗ്രാഫി ആ ഒരു പ്രൊഡക്ഷൻ നടന്നിരുന്ന ടൈമാണ്. പിന്നെ മുഗൾ പീരീഡിലോട്ട് വരുമ്പോൾ താരിഖ് ഐഫി, തബ്കാത്ത് അക്ബറി, മുൻതാഖ് ഔത്ത് അല്ലെങ്കിൽ ഉത്ത് എന്നും പറയുന്നുണ്ട്, താരിഖ് ആൻഡ് താരിഖ് ഐ അക്ബർ ഷാഹി, അതൊക്കെയാണ് ആ ടൈമിൽ നടന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ, ഹിസ്റ്റോറിക്കൽ വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഈ ഒരു ടൈമിൽ മുഗൾ പീരീഡിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ബയോഗ്രഫിക്കൽ റൈറ്റിംഗ്സ്, മുഗൾ പീരീഡിനെ കുറിച്ചിട്ട് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് നമ്മളിപ്പോൾ പറയുന്ന മുഗൾ പീരീഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്മരണ മെമ്മോറിയൽസ്, അതേപോലെ തന്നെ ബയോഗ്രഫിക്കൽ റൈറ്റിംഗ്സ്, ബയോഗ്രഫിക്കൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ മെമ്മോസ് ആണ് അല്ലെങ്കിൽ സ്മരണകളാണ്. അത്തരത്തിലുള്ള രചനകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ മെമ്മോസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. It is a historical account or biography that is largely written with the personal memories fall into the category of memoir. അതായത് ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ബയോഗ്രഫിയോ ഒരാളുടെ പേഴ്സണൽ മെമ്മറീസിൽ അധിഷ്ഠിതമാക്കിയിട്ട് എഴുതപ്പെടുവാണെങ്കിൽ അതാണ് സ്മരണ, മെമ്മോസ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് there are major four accounts which fall into this category of Babur's memoirs: ബാബർ നാമ, ഗുൽബദീൻ ബീഗം ഹുമയൂൺ നാമ. പിന്നെ ബാബർ നാമയും ഹുമയൂൺ നാമയാണ് നമുക്ക് ഈ മെമ്മോസ് അല്ലെങ്കിൽ ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി ആയിട്ട് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 2 കേസ് സ്റ്റഡീസ്. ബാബർ നാമയും ഹുമയൂൺ നാമയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ബാബർ നാമ റിട്ടൺ ബൈ ബാബർ ആണ്. ബാബർ നാമ ഒറിജിനലി റിട്ടൺ ഇൻ ചാഗ്ദായ് ടർക്കിഷ് എന്ന് പറഞ്ഞാൽ മുഗൾസിന്റെ ഒരു ലാംഗ്വേജ് ആയിരുന്നു. ആ ഒരു ലാംഗ്വേജിലാണ് ബാബർ നാമ ആക്ച്വലി എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഭാഷയിലാണ് ഒറിജിനലി ആയിട്ട് ഈ ബാബർ നാമ എഴുതിയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഓട്ടോബയോഗ്രഫീസ് ഇൻ ഇസ്ലാമിക് ലിറ്ററേച്ചർ. ഇസ്ലാമിക് ലിറ്ററേച്ചറിലെ, ഇസ്ലാമിക് സാഹിത്യത്തിലെ ആദ്യത്തെ ആത്മകഥ അംശമുള്ള ഒരു രചനയായിട്ടാണ് ബാബർ നാമയെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് വാസ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിംഗ് അക്ബേഴ്സ് റൈൻ. ബാബർ നാമ ആക്ച്വലി എഴുതിയിട്ടുള്ളത് ചാങ്തായ് ടർക്കിഷ് എന്ന് പറയുന്ന ഭാഷയിലാണ്. പക്ഷെ അക്ബറിന്റെ കാലഘട്ടത്തിലാണ് അതിനെ പേർഷ്യനിലോട്ട് വിവർത്തനം ചെയ്തിട്ടുള്ളത്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. The text covers his early life struggles in Central Asia, invasions of India and reflection of his conquest and personal life. എന്തൊക്കെയാണ് ബാബർ നാമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബാബറിന്റെ ഏർലി ലൈഫിനെ കുറിച്ച്, ബാബറിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച്, അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച്, അദ്ദേഹം സെൻട്രൽ ഏഷ്യയിൽ നേരിട്ട സ്ട്രഗിൾസിനെ കുറിച്ചിട്ട്, സെൻട്രൽ ഏഷ്യയിൽ നടത്തിയിട്ടുള്ള, ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഇൻവേഷൻസിനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റുകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ബാബർ നാമയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ്, ദിസ് വർക്ക് പ്രൊവൈഡ്സ് ക്രോണിക്കിൾസ് ഓഫ് വാർഫെയർ ആൻഡ് കോൺക്വസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് വാർഫെയർ ആൻഡ് കോൺക്വസ്റ്റ്.
descriptive geography and culture, governance and rule personal life. സോ ഇവിടെ ഈ ഒരു റൂളർ ബാബർനാമയിൽ നമുക്ക് കിട്ടുന്നത് ക്രോണിക്കിൾസ് ഓഫ് വാർഫെയർ, അതായത് ഈ വാർഫെയർസ് ഒക്കെ നടന്നിട്ടുള്ള കാലഘടനാക്രമം, അതിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡുകൾ, അതായത് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതിനെ കുറിച്ചുള്ള റെക്കോർഡുകൾ, അതേപോലെ തന്നെ ജോഗ്രഫി, ആക്രമണങ്ങളെ കുറിച്ചിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ജോഗ്രഫി കിട്ടുന്നുണ്ട്, വിവിധ ആക്രമണങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ കൾച്ചറിനെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും, അതേപോലെ തന്നെ റൂളേഴ്സിന്റെ റൂൾ എന്നല്ല, അത് റൂളേഴ്സ് എന്നാണ് ആക്ച്വലി, ദാറ്റ് ഇസ് എ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഐ തിങ്ക്. സോ ഈ റൂളേഴ്സിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇനി ബാബർനാമയുടെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. സോ ബാബർനാമ സെവറൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് ഏർലി ലൈഫ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് ബാബർ ആണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത് ബാബേഴ്സ് അറ്റംപ്റ്റ് ടു കൺസോൾഡേറ്റ് പവർ ഇൻ സെൻട്രൽ ഏഷ്യ. ബാബർ സെൻട്രൽ ഏഷ്യയിൽ അദ്ദേഹത്തിന്റെ അധികാരത്തെ കൺസോൾഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയമായിരുന്നു, ഏകോപിപ്പിക്കാൻ നോക്കുന്ന ടൈമായിരുന്നു. ആ ടൈമിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള സ്ട്രഗിൾസിനെ കുറിച്ചും അതിനെ അദ്ദേഹം എത്രത്തോളം ഫേസ് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഏർലി ലൈഫ് ആൻഡ് സ്ട്രഗിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ബാബർനാമയുടെ സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ്. മറ്റൊന്ന് കോൺക്വസ്റ്റ് ഓഫ് കാബൂൾ ആക്രമണത്തെ കുറിച്ചിട്ട് ബാബർനാമയുടെ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സ്ട്രക്ചറാണ്, ഒരു സെക്ഷൻ ആണ്. കോൺക്വസ്റ്റ് ഓഫ് കാബൂൾ എന്ന് പറയുന്നത് ബാബർനാമയിലുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പൊ അതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കാബൂളിലോട്ടും അതേപോലെ അഫ്ഗാൻ റീജിയനിലോട്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള സൈനിക എക്സ്പെഡീഷൻസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇന്ത്യൻ ക്യാമ്പയിൻസിനെ കുറിച്ചിട്ട്, അദ്ദേഹം ഇന്ത്യയിലോട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പയിൻസിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്ത് പറഞ്ഞാലും ബാബർനാമയിൽ കുറച്ച് ബയസ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, എക്സാഗ്രേറ്റഡ് എലമെന്റ്സ്. ഒരു മീൻസ് അത് ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരിക്കും. കുറച്ച് ഇസ്ലാമിക് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് സിഗ്നിഫിക്കന്റ് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി നേച്ചർ പറയുമ്പോൾ ബാബർനാമ ഇസ് റിട്ടൺ ഇൻ ഡയറി ഓഫ് ഇവന്റ്സ്. ഇങ്ങനെ കാലഘടനാ ക്രമത്തിലെ ക്രോണോളജിക്കലാണ് എഴുതിയത്. അത് മാത്രമല്ല ഒരു വലിയ പരിധി വരെ അത് ക്രോണോളജിക്കൽ ആണെന്ന് മാത്രമല്ല, അത് ഡയറി പോലെയാണ്. അതായത് ബാബർ സ്വന്തം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്, ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പോലെയാണ്. അപ്പൊ ഡയറി ഓഫ് ഇവന്റ്സ്, ഈ സംഭവങ്ങൾ നടന്ന ആ ഒരു കാര്യങ്ങൾ ഡയറി എഴുതുന്ന പോലെയൊക്കെയാണ് അത് എഴുതിയിട്ടുള്ളത്. സോ അത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് ട്രൂലി അല്ലെങ്കിൽ അത് ഡീപ്ലി ഓട്ടോബയോഗ്രഫിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡയറി മെത്തേഡിലാണ് ആളത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ബാബർനാമ. പിന്നെ ബാബറിന്റെ ക്ലെയിം, അതായത് ബാബറിന്റെ അവകാശവാദങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഒരു നേച്ചറായിട്ട് പറയാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഓട്ടോബയോഗ്രഫിക്കൽ ആണ്, ഡയറിയുടെ ഒരു രൂപത്തിലാണ് അതിങ്ങനെ ഇവന്റ്സ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഐ ഹാവ് സെയ്ഡ് ദ പ്ലെയിൻ ട്രൂത്ത്, ഞാൻ നഗ്നമായ സത്യമാണ് പറയുന്നത്. ഐ ഹാവ് ഫോളോഡ് ദ ട്രൂത്ത് ഇൻ എവരി വേർഡ്, ഞാൻ എല്ലാ വാക്കിലും സത്യം സൂക്ഷിക്കുന്നവനാണ് എന്ന് തുടങ്ങുന്ന ചില അവകാശവാദങ്ങൾ സ്വയം അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന കുറച്ച് വാദങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി ബാബേഴ്സ് നാമ എന്ന് പറയുന്ന വർക്ക് എൻഡ് ചെയ്യുന്നത് 1529 വരെയുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ തന്നിട്ടുള്ളത്. 1529 വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ബാബർ നാമയിൽ നിന്ന് കിട്ടും. ബാബർ മരിക്കുന്നത് 1530 അപ്പൊ ബാബർ മരിക്കുന്നതിന് ഒരു വർഷം മീൻസ് 1529 സെപ്റ്റംബർ 7 വരെയുള്ള ഡീറ്റെയിൽസ് ബാബർ നാമയിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം 1530 അദ്ദേഹം മരിക്കുന്നത്. അപ്പോ ഏകദേശം അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു 4 മാസം മുന്നേ വരെയുള്ള എവിഡൻസുകൾ ആക്ച്വലി ഈ ബാബർ നാമയിലുണ്ട്. ബാബറിന്റെ മരണത്തിന് 4 മാസം മുന്നേ വരെയുള്ള എവിഡൻസുകൾ മീൻസ് അതിലുള്ള ഇൻഫർമേഷൻ ഇതിലുണ്ട്. ആൻഡ് സ്ട്രഗിൾസിനെയും ബാറ്റിൽസിനെയും കുറിച്ച്, ബാബർ നടത്തിയിട്ടുള്ള സ്ട്രഗിൾസിനെയും ബാറ്റിൽസിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ബാബർ നാമയിൽ തന്നെയാണ്. ആൻഡ് ഹി ഫോക്കസ്, അദ്ദേഹത്തിന് ഫർഗാന, സമർഖണ്ഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്ലേസുകളിലോട്ടൊക്കെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹിന്ദുസ്ഥാൻ കോൺക്വസ്റ്റിനെ കുറിച്ചിട്ടും ബാബർ നാമയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണ രീതിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വിജയങ്ങളെ കുറിച്ച്, ആ വിജയ ആഘോഷങ്ങളെ കുറിച്ചിട്ടൊക്കെ ബാബർ നാമയിൽ പറയുന്നുണ്ട്. ബാറ്റിൽസിനെ കുറിച്ചും മിലിറ്ററി സ്ട്രാറ്റജീസിനെ കുറിച്ചും, സൈനിക നീക്കങ്ങളെ കുറിച്ചും, സൈനിക രീതികളെ കുറിച്ചും, പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ കുറിച്ചും, ബാറ്റിൽസിലുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ ബാബർ നാമയിൽ പറയുന്നുണ്ട്. ബാറ്റിൽ എന്ന് പറയുമ്പോൾ യുദ്ധമാണ്, വാറാണ് കേട്ടോ.
Babarnama also provide information about social, economic, political condition of the particular period. ആ കാലഘട്ടത്തിൽ ഇപ്പൊ ബാബർനാമ എന്ന് പറയുമ്പോൾ ബാബർ ആക്റ്റീവ് ആയിരുന്ന കാലഘട്ടത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാബർ മരിക്കുന്നതിന്റെ 4 മാസം മുന്നേ വരെയുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ബാബർ ഒരു റൂളറാണ്. സോ അദ്ദേഹം ആ സ്റ്റേറ്റ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ആ ബാബർനാമയിൽ നിന്ന് അഫ്കോഴ്സ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ബാബർനാമ നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, എക്കോണമിക്കൽ ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ആ കാലഘട്ടത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ബാബറിന്റെ പെർട്ടിക്കുലർ ആയിട്ട് ഈ ബാബർ എന്ന് പറയുന്നതാണ് ഔട്ട്സൈഡർ, അദ്ദേഹം ഇന്ത്യക്കാരനല്ല. സോ അതുകൊണ്ട് തന്നെ ബാബറിന്റെ ഒബ്സർവേഷൻ അബൌട്ട് ഇന്ത്യ ഒരു ഫോറിനേഴ്സ് വ്യൂവിൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ബാബർ ഒരു ഫോറിനർ ആണ്, എന്നിട്ട് ഫോറിനർ ആയിട്ട് ഇന്ത്യയുടെ റൂളർ ആയിട്ടുള്ള ആളാണ്. സോ ബാബറിന്റെ ഒബ്സർവേഷൻസ് അബൌട്ട് ഇന്ത്യ അത് ബാബർനാമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബാബർ എന്ന് പറയുന്നത് ഒരു നാച്ചുറലിസ്റ്റും കൂടെ ആയിരുന്നു. സോ അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കുറെ എവിഡൻസസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് അബൌട്ട് ലോക്കൽ ഫ്ലോറ ആൻഡ് ഫ്യൂണ. ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് പറഞ്ഞ സസ്യങ്ങളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും അവിടുത്തെ വെജിറ്റേഷനെ കുറിച്ചും ബയോഡൈവേഴ്സിറ്റീസിനെ കുറിച്ചും അനിമൽ ലൈഫ് മീൻസ് ജീവജാലങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ റിവർ സിസ്റ്റത്തിനെ കുറിച്ചും ഇറിഗേഷൻ മെത്തേഡ്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ വർക്കിലെ ബാബർനാമ എന്ന് പറയുന്ന വർക്കിലെ പേർഷ്യൻ വീല് ഇറിഗേഷന് യൂസ് ചെയ്തിരുന്ന, ജലസേചനത്തിന് യൂസ് ചെയ്തിരുന്ന പേർഷ്യൻ വീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കലപ്പ പോലത്തെ ഒരു സംഭവമാണ്. കലപ്പയല്ല, ജലചക്രം. മോട്ടറൊന്നും ഇല്ലാത്ത ടൈമിലെ ജലചക്രങ്ങളായിട്ടാണ് യൂസ് ചെയ്തിരുന്നത് ഇറിഗേഷന് വേണ്ടിയിട്ട്. ആ ഒരു സംഭവത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എനിവേ ബാബോസ് നാമ എന്ന് പറയുന്നത് ഇസ് എ റിച്ച് പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ അക്കൗണ്ട് ഓഫ് ബാബോസ് ലൈഫ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട്, അതായത് മുഗൾ പീരീഡിന്റെ ഇനിഷ്യൽ പീരീഡിനെ കുറിച്ച്, മുഗൾ ഡൈനാസ്റ്റിയുടെ ഇനിഷ്യൽ പീരീഡിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബാബർനാമയിൽ നിന്ന് ഓഫ് കോഴ്സ് കിട്ടുന്നുണ്ട്. So it provide valuable insight into 16th century Central Asia and India. ബാബർ എന്ന് പറയുന്ന ഇന്ത്യ മാത്രം ഒതുങ്ങി നിന്ന ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാബർനാമയിൽ നിന്ന് നമുക്ക് 16ാം സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലുള്ള സെൻട്രൽ ഏഷ്യയുടെയും ഇന്ത്യയുടെയും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഹുമയൂൺ നാമയാണ് നോക്കുന്നത്. ഹുമയൂൺ നാമ എന്ന് പറയുന്നത് ഹുമയൂൺ എന്ന് പറയുന്ന റൂളറെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള ഗുൽബദിൻ ബീഗം എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഗുൽബദിൻ ബീഗം എന്ന് പറയുന്നത് ഹുമയൂണിന്റെ സഹോദരിയാണ്, അതേപോലെ തന്നെ ബാബറിന്റെ ഡോട്ടറാണ്, മകളാണ്. ഹുമയൂണും ബാബറിന്റെ മക്കളാണ്. ഒന്നുകൂടെ പറയാം. സോ ഹുമയൂൺ നാമ ഇസ് എ ഹിസ്റ്റോറിക്കൽ ബയോഗ്രഫി റിട്ടൺ ബൈ ഗുൽബദിൻ ബീഗം. ഗുൽബദിൻ ബീഗമാണ് ഹുമയൂൺ നാമ എഴുതിയിട്ടുള്ളത്. ഗുൽബദിൻ ബീഗം ബാബറിന്റെ പുത്രിയും ഹുമയൂണിന്റെ സഹോദരിയുമാണ്. ഓക്കെ, അപ്പോ സഹോദരനെ കുറിച്ച്, രാജാവായിട്ടുള്ള സുൽത്താനായിട്ടുള്ള സഹോദരനെ കുറിച്ച് സഹോദരി എഴുതിയിട്ടുള്ള ഒരു ബയോഗ്രഫിയാണ്. മുഗൾ കാലഘട്ടത്തില് നമുക്ക് ഇങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഗുൽബദിൻ ബീഗം, ജഹനാര, അതേപോലെ തന്നെ കുറച്ച് ഇങ്ങനെ നമുക്ക് കുറച്ച് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള വർക്ക്സും കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചും കൂടി പൊതുവേദിയിലോട്ട് പ്രത്യക്ഷപ്പെട്ടുള്ള കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു. നൂർജഹാൻ, ഗുൽബദിൻ ബീഗം, അതേപോലെ തന്നെ ജഹനാര തുടങ്ങിയവരൊക്കെ. ഈ ഗുൽബദിൻ ബീഗം എന്ന് പറയുന്നത് ഹുമയൂണിന്റെ സഹോദരി, ബാബറിന്റെ പുത്രി, അങ്ങനെയാണ്. ഇനി ജഹനാര എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്. ക്യാരക്ടർ അല്ല, ഒരു പ്രിൻസസ് കൂടെ ഉണ്ടായിരുന്നു. ഷി വാസ് ദ സിസ്റ്റർ ഓഫ് ഔറംഗസീബ് ആൻഡ് ഡോട്ടർ ഓഫ് ഷാജഹാൻ. ഷാജഹാന്റെ പുത്രിയും ഔറംഗസീബിന്റെ സഹോദരിയുമായിട്ട് ജഹനാര എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻസസ് ഉണ്ടായിരുന്നു. അവരുടെയും ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള വർക്ക് ഉണ്ട്. ജഹാനാരയെ കുറിച്ച് ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്ക് ഒക്കെ ഉണ്ട്. സോ ചില മുഗൾ ഡൈനാസ്റ്റിയിലെ ചില പ്രിൻസസുകൾക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ ഫേസും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചുരുക്കം ചില പേരുകൾ മാത്രമാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുത്തു പറയുന്നുള്ളൂ. ഗുൽബദിൻ ബീഗവും അതേപോലെ നൂർജഹാൻ, ജഹാനാര, പിന്നെ മുംതാസ്. അത് പറയുന്നത് ഇറ്റ്സ് സംതിങ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് താജ്മഹൽ ഓൺലി. അബൌട്ട് മുംതാസിനെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് താജ്മഹൽ കൺസ്ട്രക്ഷൻ, അങ്ങനെയായിട്ടാണ്. അതല്ലാതെ കുറച്ചുകൂടെ സോഷ്യൽ ആയിട്ടുള്ള ഒരു റെലവെന്റ് ഫേസ് ആയിട്ട് നമ്മൾ എടുത്തു പറയുന്ന ഒരു കുറച്ച് ലേഡീസാണ് മുഗൾ പീരീഡിൽ നമുക്കുള്ളൂ. നോട്ട് കുറച്ച് എന്നല്ല, 1 or 2 അങ്ങനെയുള്ളൂ. സോ എനിവേ ഹുമയൂൺ നാമ എഴുതിയിട്ടുള്ളത് ഗുൽബദിൻ ബീഗം ആണ്. ഗുൽബദിൻ ബീഗം ബാബറിന്റെ മകളാണ്, ഹുമയൂണിന്റെ സഹോദരിയുമാണ്.
സോ ഇത് മുഗൾ എംപയറിനോടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രത്യേക തരം പെർസ്പെക്റ്റീവില് മുഗൾ എംപയറിനെ അനലൈസ് ചെയ്യുകയാണ് ഹുമയൂൺ നാമയിലൂടെ ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ റൈൻ ഓഫ് ഹുമയൂൺ, ബാബർ സൺ ആൻഡ് ദ സെക്കൻഡ് മുഗൾ എംപറർ. ബാബറിന്റെ പുത്രനാണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ മുഗൾ ചക്രവർത്തിയുമാണ് ഹുമയൂൺ. അപ്പൊ ഹുമയൂണിന്റെ പീരീഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീക്ഷണങ്ങള്, ഇൻസൈറ്റ്സ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീക്ഷണങ്ങൾ ഹുമയൂൺ ഉമ്മ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബാബറിന്റെ അവസാന കാലഘട്ടങ്ങളെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനും കൂടെ ഹുമയൂൺ നാമയിലുണ്ട്. ഹുമയൂൺ നാമ എഴുതിയിട്ടുള്ളത് ഗുൽബദിൻ ബീഗം എന്ന് പറയുന്ന പ്രിൻസസ് ആണ്. അതായത് അപ്പൊ അതുകൊണ്ട് തന്നെ ഷീസ് എ ലേഡി. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു പബ്ലിക് ലൈഫ് ഡിനൈഡ് ആണ്. അപ്പോ അവരുടെ ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് മെയിൻലി കോർട്ട് അഫയേഴ്സിനെ കുറിച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ആ പാലസിനകത്ത് നടക്കുന്ന മുഗൾ കോർട്ട് ലൈഫ്, മുഗൾ ഡൈനാസ്റ്റിക് ലൈഫിനെ കുറിച്ച്, മുഗൾ റോയൽ ഫാമിലിയുടെ ലൈഫിനെ കുറിച്ചുകൂടെ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള, അത് ഒന്നുകൂടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്കിലൂടെ, അതൊന്നും എക്സ്പോസ് ആവുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ, മുഗൾ റോയൽ ഫാമിലിയുടെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ചും അവിടുത്തെ അഫയേഴ്സിനെ കുറിച്ചിട്ടൊക്കെ കുറച്ചധികം ഡീറ്റെയിൽസ് ഹുമയൂൺ നാമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. One of the few historical accounts written by a woman from the Mughal royal family, making it unique in Mughal historiography. ഹുമയൂൺ നാമ എപ്പോഴും മുഗൾ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതിനുള്ള കാരണം മുഗൾ സ്ത്രീകളായിട്ടുള്ള മുഗൾ റോയൽ ഫാമിലിയിലത്തെ ഒരു സ്ത്രീ എഴുതിയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് എന്ന നിലയിൽ എപ്പോഴും ഹുമയൂൺ നാമയ്ക്ക് ഒരു യുണീക് പ്ലേസ് ഉണ്ട് മുഗൾ ഹിസ്റ്റോറിയോഗ്രാഫിയിലെ. അതേപോലെ തന്നെ ദിസ് അക്കൗണ്ട് സജസ്റ്റ് ദാറ്റ് റോയൽ വുമൺ ഡിഡ് എൻജോയ് ദിസ് തിങ്. അപ്പോ മുഗൾസ് ഒരു സ്ത്രീ, അതായത് ഒരു റോയൽ ലേഡി, ഒരു ഡൈനാസ്റ്റിയുടെ അണ്ടറിലുള്ള ഒരു റോയൽ ലേഡി, കൊട്ടാരത്തിലുള്ള ഒരു ലേഡി ഒരു ബയോഗ്രാഫി, റൂളറെ കുറിച്ച് ഒരു ബയോഗ്രാഫി എഴുതി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് എന്തൊക്കെയോ കുറച്ച് കൺസെഷൻസും ഫ്രീഡവും ഒക്കെ അവർ എൻജോയ് ചെയ്തിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് ചില സോഷ്യൽ പ്രോട്ടോകോളും മാരേജിലും അതേപോലെ അവർക്ക് അതിലേക്ക് തന്നെ കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നിക്കാം എന്നൊരു അസംഷൻ നമുക്ക് ഉണ്ടാവും. അതായത് അത്രയും റിജിഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല, ചില കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് സ്പേസ് കൊടുത്തിരുന്നു എന്ന് നമുക്ക് ജനറലി മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് വുമൺ ഓഫൻ പ്ലേഡ് ദ റോൾ ഓഫ് പൊളിറ്റിക്കൽ ഇന്റർമീഡിയറീസ്. സ്ത്രീകൾ പലപ്പോഴും രാഷ്ട്രീയ മധ്യസ്ഥകളായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് കറക്റ്റ് പറയാൻ പറ്റുക, പലപ്പോഴും ഈ രജപുത്സ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു മുഗൾസിന് കണ്ടംപറേറ്റ് ആയിട്ട്. ഈ രജപുത് ഡൈനാസ്റ്റിയും മുഗൾസും തമ്മിൽ എപ്പോഴും കുറച്ച് കലുഷിതമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. എപ്പോഴും കുറച്ച് ഇഷ്യൂസ് ഉള്ള ഒരു റിലേഷൻ ആയിരുന്നു. അത് ഔറംഗസീബിന്റെ ഒക്കെ പീരീഡ് ആകുമ്പോൾ അത് നല്ല പീക്കിൽ എത്തുന്നുണ്ട്, നല്ല സീരിയസ് ആവുന്നുണ്ട്. പക്ഷെ അക്ബർ രജപുത്സുമായിട്ടും വളരെ സഹിഷ്ണുതാപരമായിട്ടുള്ള, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രജപുത് ലേഡീസിനെ, അവര് മുസ്ലിംസ് അല്ല, അവര് ഹിന്ദു ഡൈനാസ്റ്റിയാണ്, അവിടുത്തെ ലേഡീസിനെ, അവിടുത്തെ പ്രിൻസസിനെ മാരേജ് ചെയ്തിരുന്നു. അതില് അണ്ടർലൈൻ ആയിട്ടിരിക്കുന്നു, അതിന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും കൂടിയാണ്. രജപുത്സിന്റെ ആക്രമണം മുഗൾ ഡൈനാസ്റ്റിയിലോട്ടും മുഗൾ ഡൈനാസ്റ്റിയുടെ ആക്രമണം രജപുത്സിലോട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കുകയാണ് ഈ മാരേജിലൂടെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ മാരേജ് അഫയേഴ്സ് വഴി സ്ത്രീകള് ഒരു പൊളിറ്റിക്കൽ ഇന്റർമീഡിയറീസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പൊളിറ്റിക്കൽ ഇന്റർമീഡിയറ്റ്സ് ആവുക എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ആ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാരേജ് ചെയ്യുമ്പോൾ, അപ്പോൾ പരസ്പര ശത്രുതയിലിരിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് ഡൈനാസ്റ്റികൾ തമ്മിൽ ഒരു മാരേജ് അഫെയർ ഉണ്ടാവുമ്പോൾ അതൊരു കണക്ഷൻ ആയി മാറുകയാണ്. സോ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് സ്ത്രീകൾ വർക്ക് ചെയ്തിരുന്നു. അതിൽ കൂടുതലുള്ള ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഒന്നും നമുക്ക് മുഗൾ ഡൈനാസ്റ്റിയിലെ സ്ത്രീകൾക്ക് എടുത്തു പറയാൻ പറ്റില്ല. സോ ഈ മാരേജ് അഫെയർസ് ആണ് അതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അടുത്തത് യൂണിവേഴ്സൽ ആൻഡ് ഡൈനാസ്റ്റിക് ഹിസ്റ്ററീസ് ആണ്. രാജവംശത്തെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ രാജാക്കന്മാരെ കുറിച്ച് എഴുതിയിട്ടുള്ള, അതായത് രാജാവെന്നല്ല സുൽത്താനെ കുറിച്ച് എഴുതിയിട്ടുള്ള 2 ഹിസ്റ്റോറിയോഗ്രാഫിയാണ് കണ്ടത്. അതുകൂടാതെ ഹിസ്റ്ററിയാണ് കണ്ടത്. അതുകൂടാതെ രാജവംശത്തെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററീസ് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ളതിനെയാണ് നമ്മൾ ഡൈനാസ്റ്റിക് ഹിസ്റ്ററീസ് എന്ന് പറയുക. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കേസ് സ്റ്റഡി അബുൽ ഫസലിന്റെയാണ്. അബുൽ ഫസൽ was a prominent historian and courtier during the reign of Akbar, the Mughal emperor. മുഗൾ എംപററായി അക്ബറിന്റെ അണ്ടറിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചരിത്രകാരനും സദസ്സിലെ ഒരു അംഗവുമായിരുന്നു അബുൽ ഫസൽ എന്ന് പറയുന്നത്.
അബുൽ ഫസലിന്റെ ഒരു വർക്കാണ് അക്ബർനാമ. അക്ബർനാമ എന്ന് പറഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് അക്ബർ, അക്ബറിന്റെ നാമത്തിൽ നിന്നാണ് അർത്ഥം. അക്ബർനാമ ഇസ് എ കോംപ്രഹെൻസീവ് ഹിസ്റ്ററി ഓഫ് അക്ബർസ് റെയിൻ ഡിവൈഡഡ് ഇൻ ടു 3 വോളിയം. 3 വോളിയമായി ഡിവൈഡ് ചെയ്തിട്ടുള്ള മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് അക്ബർനാമ. ഇത് അക്ബറിന്റെ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ഹിസ്റ്ററിയാണ്. അതിന്റെ ഫസ്റ്റ് വോളിയമില്, അക്ബർനാമയുടെ ഫസ്റ്റ് വോളിയമില് അക്ബറിന്റെ പിൻഗാമികളെ കുറിച്ചും ബാബറിനെ കുറിച്ചും ഹുമയൂണിനെ കുറിച്ചും അക്ബറിന്റെ ഏർലി ലൈഫിനെ കുറിച്ചിട്ടും ഒക്കെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഫസ്റ്റ് വോളിയം കവേഴ്സ് അക്ബേഴ്സ് ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ പിൻഗാമി, അക്ബറിന് മുന്നേ ഉള്ളവര്. അപ്പൊ ബാബറും ഹുമയൂണും ആണ്. അതേപോലെ തന്നെ ബാബറിനെ കുറിച്ചും അക്ബറിന്റെ ഏർലി ഇയേഴ്സിനെ കുറിച്ചിട്ടും ചെറുപ്പ കാലഘട്ടത്തെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ് വോളിയത്തിൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് വോളിയം എന്ന് പറയുന്നത് അക്ബർസ് റെയിൻ അപ് ടു 43rd റീജിയണൽ ഇയർ, 43ാമത്തെ വർഷം, 43ാമത് പ്രാദേശിക വർഷം വരെയുള്ള അക്ബറിന്റെ ഭരണകാലഘട്ടത്തെ കുറിച്ചിട്ട് തന്നെയാണ് പ്രധാനമായിട്ട്. അക്ബറിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഭരണകാലഘട്ടത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ കുറിച്ചും മിലിറ്ററി ക്യാമ്പയിൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് സെക്കൻഡ് വോളിയം പറയുന്നത്. തേർഡ് വോളിയം കണ്ടെയ്ൻസ് കണ്ടിന്യൂഷൻ ഓഫ് അക്ബർസ് റെയിൻ ആൻഡ് ഹിസ് ഇന്ററാക്ഷൻ വിത്ത് വേരിയസ് റൂളേഴ്സ് ആൻഡ് ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി. അക്ബറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസിനെ കുറിച്ചിട്ടും മറ്റ് ഭരണാധികാരികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്പർക്കം, അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അക്ബറിന്റെ ബാക്കിയുള്ള അക്ബറിന്റെ ഭരണകാലഘട്ടത്തെ കുറിച്ചുമാണ് തേർഡ് വോളിയം പറയുന്നത്. ഇനി അക്ബർനാമയുടെ സിഗ്നിഫിക്കൻസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് അക്കൗണ്ട് ഓഫ് അക്ബേഴ്സ് റൂൾ, ഗവർണൻസ്, മിലിറ്ററി കോൺക്വസ്റ്റ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് അതർ സ്റ്റേറ്റ്. അക്ബറിന്റെ നയതന്ത്രത്തെ കുറിച്ച്, അക്ബറിന്റെ ഭരണത്തെ കുറിച്ച്, അക്ബറിന്റെ ഫിലോസഫി, അക്ബറിന്റെ മിലിറ്ററി കോൺക്വസ്റ്റ്, അദ്ദേഹത്തിന്റെ മറ്റു ബന്ധങ്ങളെ കുറിച്ച്, മറ്റു ബന്ധം എന്ന് പറയുമ്പോൾ മറ്റു സ്റ്റേറ്റ്സുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അക്ബർനാമ ഇൻഫർമേഷൻ തരുന്നു. അതേപോലെ തന്നെ ഐനി അക്ബരി എന്ന് പറയുന്നത് മറ്റൊരു വർക്കാണ്. ഐനി അക്ബരി എന്ന് പറയുന്നത് അക്ബർനാമയുടെ പാർട്ടായിട്ടുള്ള മറ്റൊരു വർക്കാണ്. ഇത് മുഗൾ ഹിസ്റ്ററിയുടെ ഒരു ക്രൂഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഐനി അക്ബറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐനി അക്ബറി സപ്ലിമെന്റ് ടു ദ അക്ബർനാമ. അക്ബർനാമയുടെ ഭാഗം തന്നെയാണ്, ഫോക്കസിങ് ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ, കൾച്ചർ, എക്കോണമി ഓഫ് ദ മുഗൾ എംപയർ. മുഗൾ എംപയറിന്റെ ഭരണ രീതിയെ കുറിച്ചും സംസ്കാരത്തെ കുറിച്ചും സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടൊക്കെയാണ് ഐനി അക്ബരി ആണ് കേട്ടോ, ഐനി അക്ബർ അല്ല, ഐനി അക്ബരി ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഡീറ്റെയിൽസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എംപയർ, including the division of the empire into provinces, the organization of the army, the courts protocol, the Akbarli and religious and cultural policies of Akbar. അപ്പോൾ എന്തൊക്കെയാണ് ഐനി അക്ബറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ആ സാമ്രാജ്യം, ആ മുഗൾ എംപയറിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആയിട്ട്, അതായത് എൻറ്റയർ മുഗൾ എംപയറിനെ നമ്മൾ പ്രൊവിൻസസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിരുന്നു. പ്രൊവിൻസസ് അഥവാ പ്രവിശ്യകളായിട്ട് അതിനെക്കുറിച്ച്, അതേപോലെ തന്നെ മുഗൾ ആർമിയുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട്, അവിടുത്തെ കോർട്ട് പ്രോട്ടോകോളിനെ കുറിച്ചിട്ട്, അക്ബറിന്റെ റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള പോളിസികളെ കുറിച്ചിട്ടൊക്കെ തന്നെ നമുക്ക് ഐനി അക്ബരിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഐനി അക്ബരിയുടെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, it offers valuable insights into the administrative structure and daily life of the Mughal court. മുഗൾ കോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, അതായത് ഭരണ രീതിയെ കുറിച്ചും അതേപോലെ തന്നെ അവിടുത്തെ ഡെയിലി ലൈഫിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് ഐനി അക്ബറിയിലൂടെയാണ്. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നോബിൾസ്, അവിടെ ഉണ്ടായിരുന്ന ഡിഫറെന്റ് ഓഫീഷ്യൽസ്, സ്റ്റേറ്റ് റവന്യൂ സിസ്റ്റം, അതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഐനി അക്ബരി പറയുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്. അത് ഇൻഷാ നവാസി എന്നാണ് അടുത്ത ടോപ്പിക്കിന്റെ പേര്. ഇൻഷാ നവാസിന് നമ്മൾ സയന്റിഫിക്കലി തന്നെ പറയുക എപ്പിസ്റ്റലോഗ്രാഫി എന്നാണ്, അതായത് ആർട്ട് ഓഫ് ഡ്രാഫ്റ്റിംഗ്. ഇതൊരു സോഴ്സ് ഓഫ് ഹിസ്റ്ററി ആണ്. മുഗൾ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ് ഇൻഷാ നവാസി. ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ് ഡ്രാഫ്റ്റഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്നത്. So anyway, Insha Nawasi or epistolography refers to the art of letter writing and drafting in medieval Islamic and Mughal context. മുഗൾ സാഹചര്യം, അതായത് ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്നാണ്, ആർട്ട് ഓഫ് ലെറ്റർ ഡ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ലെറ്റർ റൈറ്റിംഗ് എന്നാണ് എപ്പിസ്റ്റലോഗ്രാഫി എന്നുള്ള ടേമിന്റെ മീനിങ്. ഈ ഇൻഷാ നവാസി എന്ന് പറയുന്നത്
മുഗൾ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടുള്ള ലെറ്റേഴ്സും മറ്റ് ഡ്രാഫ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോ ഇൻഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ഇൻഷ നവാഫി എന്ന് പറയുന്ന ടേം എങ്ങനെ ഡെറൈവ് ചെയ്ത് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നതെന്ന് നോക്കാം. ഇൻഷ എന്ന് പറഞ്ഞ കോമ്പോസിഷൻ ഓർ റൈറ്റിംഗ് എന്നാണ് അർത്ഥം. നവാഫി നവിസി അല്ലെങ്കിൽ നവാഫി എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ഓർ ഡ്രാഫ്റ്റിംഗ് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. സോ കോമ്പോസിഷൻ ഓഫ് റൈറ്റിംഗ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം ഇത് എന്താന്ന് വെച്ചാൽ കത്തുകളാണ്. മുഗൾ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കത്തിടപാടുകളും മറ്റ് എഴുത്തുകളും ഒക്കെ നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് ഇന്ന് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇൻഷ നവാഫി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇൻഷ നവാഫി ഇസ് ദ പ്രാക്ടീസ് ഓഫ് കമ്പോസിംഗ് ലെറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും ലെറ്റേഴ്സും കോമ്പോസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെയാണ് ഇൻഷ നവാഫി എന്ന് പറയുന്നത്. എപ്പിസ്റ്റലോഗ്രാഫി ഇസ് എ ബോർഡർ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ലെറ്റർ റൈറ്റിംഗിനെയും അതേപോലത്തെ ലെറ്റർ റൈറ്റിംഗ് കത്തെഴുതുന്നതും അതേപോലെ ഡ്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു കലയാണ്. സോ അതിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബ്രോഡ് ടേം ആണ് എപ്പിസ്റ്റലോഗ്രാഫി. പേഴ്സണൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കത്തിടപാടുകൾ മുഗൾ കാലഘട്ടത്തിൽ നടന്നു. അത് എപ്പിസ്റ്റലോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ അത് ഒരു മുഗൾ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള സോഴ്സ് മെറ്റീരിയൽ ആണ് അത്തരത്തിലുള്ള കത്തുകൾ. ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഹെവിലി റിലൈഡ് ഓൺ സ്കിൽഡ് സ്ക്രൈബ്സ് ഓർ ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ റൈൻ ഓഫ് അക്ബർ ആൻഡ് ഹിസ് സക്സസർ. അക്ബറിന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ മുൻഗാമികളുടെ കാലഘട്ടത്തിലും ഒക്കെ തന്നെ എഴുത്തുവിദ്യക്ക് അതായത് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ കയ്യെഴുത്തുകാരേനെ അവർ നിയമിച്ചിരുന്നു കത്തിടപാടുകൾ നടത്താനും മറ്റു ഡ്രാഫ്റ്റുകൾ എഴുതി തയ്യാറാക്കാനുമായിട്ട്. അതായത് ഇന്നത്തെ പോലത്തെ ടെക്നോളജി കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ മാനുവലി ചെയ്യണം. അതിനായിട്ട് അവരൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നിയമിച്ചിരുന്നു. There were thus two types of inshas, one written for epistolographic writing. In other types, documents, letters, correspondence are preserved. അപ്പൊ രണ്ട് ടൈപ്പ് ഇൻഷാസ് ഉണ്ടായിരുന്നു. ഒന്നില് എപ്പിസ്റ്റലോഗ്രാഫിക്കൽ റൈറ്റിംഗ് ആയിരുന്നു, മറ്റൊന്നിലുള്ളത് ഡോക്യുമെന്റ്സും ലെറ്റേഴ്സും കറസ്പോണ്ടൻസും ഒക്കെ ആയിരുന്നു. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻഷ എന്ന് പറയുന്നത് ലെറ്റേഴ്സും ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ സമകാലികമായിട്ടുണ്ടായിരുന്ന റെക്കോർഡുകളൊക്കെയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ്, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽ ആണ്. ഇൻഷ നവാഫി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ medieval Islamic and Mughal administration, reflecting the importance of written communication in government and diplomacy. ഗവൺമെന്റിന്റെയും ഡിപ്ലോമസിയുടെയും അഡ്മിനിസ്ട്രേഷന്റെയും ഭാഗമായിട്ട് കത്തിടപാടുകളും റൈറ്റിംഗ് ആയിട്ടുള്ള, അതായത് എഴുത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തും. അതായത് ഇപ്പൊ നമ്മൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിടപാടുകൾ നടത്തില്ലേ. ഇപ്പൊ സെൻട്രലിൽ നിന്ന് പ്രൊവിൻസിലോട്ടോ പ്രൊവിൻസിൽ നിന്ന് സെൻട്രലിലോട്ടൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ റോള്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് medieval ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ ഭരണത്തിലുണ്ടായിരുന്നു. medieval ഇസ്ലാമിക് സൊസൈറ്റിയുടെ ഭരണത്തിലുണ്ടായിരുന്നു. അപ്പോൾ കത്തുകൾ അന്ന് നല്ല രീതിയിൽ, അതുകൊണ്ട് തന്നെ ആ കത്തുകൾ ഇന്നും നമുക്ക് വലിയ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് തന്നെയാണ്. അടുത്തത് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, അതായത് ഓഫീസ് രേഖകള് അതല്ലെങ്കിൽ ഔദ്യോഗിക രേഖകൾ നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ് ഫോർ സ്റ്റഡിയിങ് അബൌട്ട് മുഗൾ empire during that time. So with the 16th century, records pertaining to official documents become richer and helped us in our understanding of the period. ആ കാല 16th century മുതലാണ് ഇത്തരത്തിലുള്ള റെക്കോർഡ്സ് ഔദ്യോഗിക രേഖകൾ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഗൾ പീരീഡിനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ വാല്യൂബിൾ ആയിട്ടുള്ള റിച്ചർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ഫാർമാൻസ്. എന്തൊക്കെയാണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ വരുന്നത്? ഫാർമാൻസ് എന്ന് പറയുന്നത് എംപററിന്റെ ഓർഡർ ആണ്, രാജകൽപ്പനകളാണ്. നിഷാൻസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിന്റെ ഓർഡർ ആണ്, രാജകുമാരന്മാരുടെ ഓർഡേഴ്സ് ആണ്. അതേപോലെ തന്നെ പർവാനാസ് അല്ലെങ്കിൽ പർവാൻസ് ഉണ്ട്. അത് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് ബൈ എ കിങ് ടു ഹിസ് സബോർഡിനേറ്റ്. കിങ് ജനങ്ങളോടല്ല, കിങ് അദ്ദേഹത്തിന്റെ ഓഫീസേഴ്സിനോട്, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനോടും സമാന്തര രാജാക്കന്മാരോടൊക്കെ ഇടുന്ന ഓർഡർ ആണ്, അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് പർവാനാസ് എന്ന് പറയുന്നത്. ഹസ്ബ് ഉൽ ഹുക്കും എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഉണ്ട്. അതില് ഓർഡർ ഇഷ്യൂഡ് ബൈ എ മിനിസ്റ്റർ അറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ആൻ എംപറർ. എംപററിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി ഇറക്കുന്ന ഓർഡർ, കൽപ്പനയാണ് ഹസ്ബ് ഉൽ ഹുക്കും എന്ന് പറയുന്നത്.
Akbar Farman issued to Sikh Guru Ramadas grants given to Jogis of Jagba, and a number of Madad-e-Masha grants, revenue-free assignment to religious grandees and destitutes. സോ ഇതൊക്കെ പ്രധാനപ്പെട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. അതായത് അക്ബർ സിഖ് ഗുരു രാമദാസിന് അയച്ചിട്ടുള്ള ഓർഡർ, അദ്ദേഹത്തിനോട് അങ്ങോട്ട് കൽപ്പിക്കുന്ന ഓർഡർ, അതേപോലെ തന്നെ ജോഗീസിന് കിങ്സ് നടത്തിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റവന്യൂ ഗ്രാൻസ്, ലാൻഡ് ഗ്രാൻസ്, ചില കൺസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ള, ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ളതൊക്കെ തന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലൂടെ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് അക്വലാക് ലിറ്ററേച്ചർ ആണ്. അക്വലാക് ലിറ്ററേച്ചർ റെഫേഴ്സ് ടു ദ ബോഡി ഓഫ് റൈറ്റിംഗ് ഫോക്കസ്ഡ് ഓൺ എത്തിക്സ് ആൻഡ് മോറൽ ബിഹേവിയർ, പർട്ടിക്കുലർലി പ്രോമിനന്റ് ഇൻ മിഡീവൽ ഇസ്ലാമിക് ആൻഡ് മുഗൾ കോണ്ടെക്സ്റ്റ്. മുഗൾ കോണ്ടെക്സ്റ്റിലുള്ള മുഗൾ സാഹചര്യങ്ങളിൽ, മുഗൾ കോണ്ടെക്സ്റ്റിലുള്ള മിഡീവൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഭാഗമായിട്ട് പുതുതായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു സാഹിത്യ രീതിയാണ് അക്വലാക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു അക്വലാക് ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യുന്നത് ധർമ്മപരവും എത്തിക്കൽ ആയിട്ടുള്ള, മോറൽ ആയിട്ടുള്ള, ഇസ്ലാമിക് ആയിട്ടുള്ള കണ്ടന്റ്സിനെ ലിറ്ററേച്ചർ ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ അക്വലാക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇസ്ലാമിക് ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആണ്. അത് എത്തിക്സും ഖുറാനും മോറൽ ബിഹേവിയറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അക്വലാക് ലിറ്ററേച്ചർ ഈസ് പ്രൈമർലി നോർമേറ്റീവ്, തിയററ്റിക്കൽ ആൻഡ് ഐഡിയലിസ്റ്റിക്. ഐഡിയലിസ്റ്റിക് ആണ്, നോർമേറ്റീവ് ആണ്, തിയററ്റിക്കൽ ആണ്. അതേപോലെ തന്നെ ഇറ്റ് ദാറ്റ് ആർട്ടിക്കുലേറ്റ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ ഐഡിയൽ റൂളർ ആൻഡ് ഹിസ് ഡ്യൂട്ടി. ഈ അക്വലാക് ലിറ്ററേച്ചറിലൂടെ ഒരു യഥാർത്ഥ ഭരണാധികാരി എങ്ങനെയാവണമെന്നും അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാവണം എന്നൊക്കെ നമുക്ക് അവര് പ്രസന്റ് ചെയ്യുന്നുണ്ട്, സാഹിത്യകാരന്മാർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണ്. അതായത് അക്വലാക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സാഹിത്യമാണ്, പക്ഷെ അതിന് മതപരമായിട്ടുള്ള ഇസ്ലാമിക് ആയിട്ടുള്ള എലമെന്റ്സ് കൂടുതലായിരിക്കും. ധാർമ്മികതയ്ക്കും എത്തിക്സിനും മൊറാലിറ്റിക്കും ഒക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ അക്വലാക് ലിറ്ററേച്ചറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കുറച്ച് വർക്ക്സ് ഉണ്ട്. ഫക്കർ ഐ മുദാബിർ എന്ന് പറയുന്ന അവരുടെ മുദാബിർസ് അഡാബുൽ ഹർബ് വാ ഷുജാദ് എന്ന് പറയുന്നു ഒരു വർക്ക്. പിന്നെ സിയാവുദ്ദീൻ ബറാനിയുടെ ഫത്വ ജഹീന്ദാരി, അതേപോലെ തന്നെ പിന്നെയുള്ള അക്വലാക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നഫീർ അൽ ദീൻ തുസീഫ് അക്വലാക് ഐ നഫീറി എന്ന് പറയുന്ന വർക്കാണ്. അപ്പൊ ഈ മൂന്നെണ്ണാണ് പ്രോമിനന്റ് ആയിട്ടുള്ള അക്വലാക് ലിറ്ററേച്ചറിൽ പെടുന്ന വർക്ക്സ്. ഇനി പേർഷ്യൻ ട്രാൻസിഷൻ ഓഫ് ഇന്ത്യൻ വർക്ക്സ് എന്നാണ് അടുത്ത ടോപ്പിക്. ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഇന്ത്യയിൽ എഴുതപ്പെട്ടുള്ള, ഇന്ത്യൻ പ്രാദേശിക ഭാഷകളായ സംസ്കൃതത്തിലും മറ്റു ഭാഷകളിലും എഴുതപ്പെട്ടിട്ടുള്ള വർക്കുകളെ പേർഷ്യൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ഫങ്ഷൻ ചെയ്തിരുന്ന ഒരു ഏജൻസി, ഒരു ട്രാൻസ്ലേറ്റിംഗ് ബ്യൂറോ ഉണ്ടായിരുന്നു അക്ബറിന്റെ അണ്ടറിൽ. ഒരു ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമ്മൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് മക്താബ് ഖാന എന്നാണ് പേര്. ഇത് അക്ബറിന്റെ ട്രാൻസ്ലേഷൻ ബ്യൂറോ ആയിരുന്നു. സാംസ്ക്രിറ്റ് ടെക്സ്റ്റ് എല്ലാം തന്നെ ഈ സമയത്ത് പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. പേർഷ്യൻ ട്രാൻസ്ലേഷൻ ഓഫ് സം അറബിക് ആൻഡ് ടർക്കിഷ് ടെക്സ്റ്റ് were also carried out. അതേപോലെ തന്നെ ഈ സമയത്ത് നടന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് രാമായണത്തിന്റെയും മഹാഭാരതയുടെയും ട്രാൻസ്ലേഷൻ ആണ്. അത് നടത്തിയിട്ടുള്ളത് ബദൂനി പറയുന്ന ഒരാളാണ്. രാമായണവും മഹാഭാരതവും പേർഷ്യൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഭാസ്കരാചാര്യ എന്ന് പറയുന്നത് ഒരു ആൻഷ്യൻ അരിത്തമാറ്റിഷ്യൻ ആയിരുന്നു, മാത്തമാറ്റിസ്റ്റ് ആയിരുന്നു, ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ലീലാവതി എന്ന് പറയുന്ന ഒരു വർക്ക് ഹിസാബ് എന്ന പേരില് ഫൈസി എന്ന് പറയുന്ന ഒരു പേർഷ്യൻ സാഹിത്യകാരൻ അല്ലെങ്കിൽ പേർഷ്യൻ റൈറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈസി അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഭാസ്കരാചാര്യയുടെ ലീലാവതി എന്ന് പറയുന്ന വർക്കാണ്. അക്ബറിന്റെ ട്രാൻസ്ലേഷൻ പ്രോജക്റ്റ് ഒരുപാട് തരത്തിലുള്ള സിഗ്നിഫിക്കൻസും കുറെ ഗുണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്പ് ടു പ്രൊമോട്ട് അക്ബർസ് വിഷൻ ഓഫ് റോയൽ അതോറിറ്റി ഓഫ് ട്രാൻസ്ലേറ്റിംഗ് മൾട്ടിപ്പിൾ റിലീജിയസ് ട്രഡീഷൻസ്. മറ്റ് റിലീജിയസ് ട്രഡീഷൻസുമായിട്ടും മറ്റു ഭാഷാ പാരമ്പര്യങ്ങളുമായിട്ടും മുഗൾ സൊസൈറ്റിക്കും മുഗൾ റോയൽ സൊസൈറ്റിക്കും ഒരു കണക്ഷൻ ഉണ്ടാക്കുക, അതുവഴി സപ്പോർട്ട് എൻലാർജ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ അക്ബറിന്റെ ഇത്തരത്തിലുള്ള ട്രാൻസ്ലേറ്റിംഗ് ബ്യൂറോസിന് ഉണ്ടായിരുന്നു. ഇനി മഹാഭാരത ട്രാൻസ്ലേഷൻ ഈ സമയത്ത് നടന്നിട്ടുണ്ട്. മഹാഭാരതം നമുക്കറിയാം ഹിന്ദുസിന്റെ എപ്പിക്സ് ആണ്.
അത് മഹാഭാരതത്തിന്റെ മൂലകൃതി വ്യാസൻ എഴുതി എന്നൊക്കെയാണ് പറയുന്നത്. സോറി, അങ്ങനെ അങ്ങനെ എഴുതി എന്നാണ് പറയുന്നത്. ബട്ട് അത് ഒരു ഈ ഞാൻ ഈ പറഞ്ഞ ആൾ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ അല്ല. അദ്ദേഹം ഒരു നമ്മുടെ മിത്തിലെയും സ്റ്റോറിയിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിന്റെ ഓഥർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ഡിഫറെന്റ് ആണ്. കേരളത്തിൽ അത് കേരളത്തിലെ മഹാഭാരതം കിളിപ്പാട്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ അതിന് വേറെ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോ മഹാഭാരതം എന്ന് പറയുന്നത് എനിവേ ഒരു സാൻസ്ക്രിറ്റ് വർക്കാണ്. അത് അതിന്റെ ട്രാൻസ്ലേഷൻ കമ്മീഷൻ ചെയ്തത് അക്ബറാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് 1582 ട്രാൻസ്ലേറ്റേഴ്സ് ബദാനി, മുല്ല, ആരൊക്കെയാണെന്ന് നോക്കാം. ബദാവുനി, മുല്ലശ്രീ, നഖീബ് ഖാൻ ആൻഡ് സുൽത്താൻ ഹജ് തനേശ്വരി എന്ന് പറയുന്ന ആളുകളൊക്കെയാണ് മഹാഭാരതം പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉള്ള ഉദ്യമങ്ങൾ എടുത്തത്. അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവര് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. 1582 തുടങ്ങി 1584 മഹാഭാരതത്തിന്റെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ മഹാഭാരതത്തിന്റെ പേർഷ്യൻ വേർഷന് പ്രീഫേസ് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത്, പ്രീഫേസ് എന്ന് പറയുമ്പോൾ ആമുഖം എഴുതിയിട്ടുള്ളത് അബുൽ ഫസൽ ആണ്. അപ്പോ ഫൈസി എന്ന് പറയുന്നത് ഇതിന്റെ ഓഥർ ആയിരുന്നു. ഇതിന്റെ ട്രാൻസ്ലേഷൻ വർക്കിൽ വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു. ഹി സ്റ്റാഫ്ഡ് വിത്ത് പോയറ്റിക് വേർഷൻ ബട്ട് കുഡിന്റ് കംപ്ലീറ്റ് ഇറ്റ്. ട്രാൻസ്ലേഷൻ വർക്ക്സിൽ വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഫൈസി. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിന്റെ ഒരു പോയറ്റിക് വേർഷൻ, അതായത് കാവ്യ രൂപത്തിലുള്ള മഹാഭാരതം എഴുതാൻ നോക്കി, കവിതയുടെ രൂപത്തില്, പാട്ടിന്റെ രൂപത്തില്. പക്ഷെ അത് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പേർഷ്യനിലോട്ട് എഴുതാൻ നോക്കുകയാണ് ചെയ്തത്, ബട്ട് അത് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. രാമായണം കംപ്ലീറ്റ് ചെയ്തത് 1591 മഹാഭാരതം 1582 തുടങ്ങി 1584 കംപ്ലീറ്റ് ചെയ്തു. രാമായണത്തിന്റെ പേർഷ്യൻ ട്രാൻസ്ലേറ്റർ ബദൌനി ആയിരുന്നു. അദ്ദേഹം 1591 വർക്ക് കംപ്ലീറ്റ് ചെയ്തത് രാമായണത്തിന്റെ. ഇത്രയാണ് ഇതിൽ നമുക്കുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഇത്രേ വരുന്നുള്ളൂ. ഈ ഒരു യൂണിറ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഈ യൂണിറ്റിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ചെറിയ ക്വസ്റ്റ്യൻസ്, അതായത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ 2 കാണുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റാൻഡംലി പിക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നിങ്ങളുടെ ഇഗ്നോന്റെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നും സോർട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ ഗ്രോത്ത് ഓഫ് പേർഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓൺ ദ യു ഓഫ് മുഗൾ അഡ്വന്റ് ഇൻ ഇന്ത്യ. മുഗളന്മാർ ഇന്ത്യയിലോട്ട് കടന്നു വരുന്ന സമയത്ത് പേർഷ്യൻ ലാംഗ്വേജിന്റെയും ലിറ്ററേച്ചറിന്റെയും ആ സമയത്ത് ഉണ്ടായിട്ടുള്ള വളർച്ചയെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ ആദ്യത്തെ PPT ചെയ്ത ആ ഒരു PPT ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിനുള്ള ആൻസർ. സിയാവുദ്ദീൻ ബർഹാനി വരും, അതേപോലെ തന്നെ തിമൂർ ഇൻവെൻഷൻ, ആ ഒരു മുഗൾ പേർഷ്യൻ ലാംഗ്വേജ്, പ്രത്യേക തരത്തിലുള്ള പേർഷ്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചും പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫിനെ കുറിച്ചും ലാംഗ്വേജിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്കിതിൽ എഴുതാൻ പറ്റും. ഫസ്റ്റ് PPT, അതായത് ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. കുറച്ച് ബൾക്കായ ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും ഇത് നല്ലത്. ഈ ചാപ്റ്റർ അല്ല, ഈ ഒരു യൂണിറ്റില് വരുന്ന ആദ്യത്തെ ടോപ്പിക് പേർഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓൺ ദ ഈവ് ഓഫ് മുഗൾ അഡ്വന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കുറച്ച് ബൾക്കാണ്. സോ നിങ്ങൾ PPT യൂസ് ചെയ്തിട്ട് അതിന്റെ പോയിന്റ്സ് പഠിച്ചിട്ട് മെയിൻ മെറ്റീരിയൽ യൂസ് ചെയ്ത് വായിച്ച് ഷോർട്ട് പോയിന്റ്സോ ഷോർട്ട് നോട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ ടോപ്പിക് കവർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള അബുൽ ഫസലിനെ കുറിച്ച് എഴുതാനാണ്. അബുൽ ഫസലിനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ അക്ബർനാമയെ കുറിച്ചും ഐനി അക്ബറിനെ കുറിച്ചിട്ട് എഴുതണം. അബുൽ ഫസൽ ആരായിരുന്നു എന്ന് എഴുതണം. പാരഗ്രാഫ് വൈസ് ആയിട്ടാണ് എഴുതേണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ ഒക്കെ വായിച്ചിട്ട് ഐനി അക്ബറിയെ കുറിച്ചിട്ട് സെപ്പറേറ്റ് എഴുതാം, അക്ബർനാമയെ കുറിച്ചിട്ട് സെപ്പറേറ്റ് എഴുതാം. അബുൽ ഫസലിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, എന്നിട്ട് ഈ വർക്ക്സിനെ കുറിച്ചിട്ട് എഴുതണം. പിന്നെ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെയും ഈ വർക്ക്സ് മൂലമുള്ള സിഗ്നിഫിക്കൻസ് ഒക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ അക്വലാത്ത് ലിറ്ററേച്ചർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേക തരം പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ പേർഷ്യൻ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു
സ്റ്റൈൽ ഓഫ് ലിറ്ററേച്ചർ ആയിരുന്നു അക്വലാക് ലിറ്ററേച്ചർ എന്നും അതിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയാണെന്നും അതിന്റെ സവിശേഷത, അതായത് അത് ഇസ്ലാമിക് ആയിരുന്നു, ഖുറാൻ തീം, അതായത് ഇസ്ലാമിക് ആയിരുന്നു, അതുപോലെ തന്നെ അതിൽ മൊറാലിറ്റി, അതേപോലെ തന്നെ എത്തിനിറ്റി അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആയിരുന്നു. ആ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇൻഷാ നവാസി എന്താണെന്ന് എഴുതാണ് വേണ്ടത്, അതിനെ ഡിഫൈൻ ചെയ്യണം. അതിൽ വരുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എഴുതണം. ഹൗ ഫാർ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് മുഗൾ ഹിസ്റ്ററി എന്നും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യണം. എത്രത്തോളം ഇൻഷാ നവാസി, അതേപോലെ തന്നെ അക്വലാക് ലിറ്ററേച്ചറിൽ നമ്മൾ അത് മെൻഷൻ ചെയ്യണം. അക്വലാക് ലിറ്ററേച്ചർ എത്രത്തോളം നമുക്ക് ഹിസ്റ്റോറിക്കൽ, എത്രത്തോളം റെലവെന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് മുഗൾ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ എഴുതണം. അഫ്കോഴ്സ് ഇത് പാരഗ്രാഫ് ആയിട്ടാണ് എല്ലാ ആൻസേഴ്സും പ്രസന്റ് ചെയ്യേണ്ടത്. നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതണം. അങ്ങനെ ആകുമ്പോഴാണ് കണ്ടന്റ്സ് ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആവുകയുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1ന്റെ വീഡിയോ ഇനി ചെയ്യാനുള്ള യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 ഒരു പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. 2 മെയിൻ ടോപ്പിക് ഒക്കെ ഉള്ള ഒരു ചെറിയ യൂണിറ്റ് ആണ്. വെൻ കമ്പയർ ടു ഫസ്റ്റ് യൂണിറ്റ് 2 വളരെ ചെറുതാണ്. സോ യൂണിറ്റ് 2 നമുക്ക് മീറ്റ് ചെയ്യാം. ബൈ, താങ്ക് യു.